ലഹരിയുടെ വലയെറുക്കാൻ പോലീസ്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ ഇതര സംസ്ഥാനക്കാരനായി അന്വേഷണം ഊർജിതം. ആലുവയിൽ താമസിക്കുന്ന ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. കേസിൽ ഇതുവരെ 6 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൈവശം വെച്ച കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ അതിൽ 2 പേർക്ക് സ്റ്റേഷൻ ജാമ്യം നൽകിയിരുന്നു. വിവരങ്ങളുമായി വി അരുണും ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം അരുണിലേക്ക്. അരുൺ, നിയമസഭയിൽ ഇപ്പോൾ തട്ടിപ്പുകളാണ് സംസാരിക്കുന്നതെങ്കിൽ ഇനി ഇത് കഴിഞ്ഞ് ലഹരി ഉപയോഗം അടക്കമുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. അക്രമ സംഭവങ്ങൾ, അതുകൊണ്ടുണ്ടാവുന്ന അക്രമ സംഭവങ്ങളും ചർച്ചയാവുന്നുണ്ട്. എങ്ങനെ ഈ വിഷയത്തെ സഭയിലെത്തിക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകുപ്പുകൾ, ജയിൽ, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചകളാണ് സഭയിൽ ഇന്ന് ശൂന്യവേളയിൽ നടക്കേണ്ടത്. അതിൽ പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിക്കുക ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ വകുപ്പിന് വളരെ പ്രധാനപ്പെട്ട റോൾ, പോലീസ് വകുപ്പിന് ആഭ്യന്തര വലിയ പ്രധാനപ്പെട്ട റോൾ ഈ ലഹരി തടയലിനുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം പ്രതിപക്ഷ അംഗങ്ങൾ ചർച്ചയിൽ ഉന്നയിക്കും. മുഖ്യമന്ത്രിയുടെ മറുപടിയിലും അതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കിയിരിക്കും. 24-ാണ് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ചേരുക. അതിനു മുമ്പ് തന്നെ കൃത്യമായ നടപടികൾ എല്ലാ ദിവസവും പോലീസിന്റെയും എക്സൈസിന്റെയും സംയുക്ത പരിശോധനയും പ്രത്യേക പരിശോധനയും ഒക്കെ നടക്കുന്നുണ്ട്. സഭയിലെ ഈ ഡിമാൻഡ് ചർച്ചയിലും ധനാഭ്യർത്ഥന ചർച്ചയിലും ആ വിഷയം തന്നെ ഉയർന്നു വരാനാണ് സാധ്യത. ശ്രീജ, അരുണാണ് വിവരങ്ങൾ നൽകിയത്. പോളിടെക്നിക്കിലെ കഞ്ചാവ് റെയ്ഡ് അടക്കമുള്ള വിഷയങ്ങൾ എന്തായാലും നിയമസഭയിൽ ഉയർന്നു വരാതിരിക്കാൻ സാധ്യതയില്ല. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച, അതായത് ഈ കഞ്ചാവ് എത്തിച്ചു കൊടുത്ത ആളാര് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇയാളെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ കിട്ടുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീക സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായിട്ടുള്ള അനുരാജിന്റെ കയ്യിലാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളി 4 കിലോ കഞ്ചാവ് നൽകിയതെന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 2 കിലോ കഞ്ചാവ് മാത്രമേ കോളേജിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി 2 കിലോ എവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അത് ഉപയോഗിച്ചിട്ടുണ്ടോ, അത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ, ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം തുടരുന്നുണ്ട്. ആലുവയിലാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. എന്നിരുന്നാൽ പോലും പോലീസ് അതിന്റെ തൊട്ടു പിന്നാലെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ഈ 6 പേരുടെ കാര്യത്തിൽ ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ 6 പേരിൽ ഒതുങ്ങുന്നതല്ല ഈ കേസുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ, അതായത് ഫോൺ വഴി ഉള്ള ഇടപാടുകളായിരുന്നു ഏറെയും. ക്യാഷ് ഉൾപ്പെടെ ഫോണുള്ള വഴിയുള്ള ഇടപാടുകളായതുകൊണ്ട് പെട്ടെന്ന് മറ്റ് സംഘങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പോലീസ് വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട പണപ്പിരിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫോൺ വഴിയാണ് അതിന്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്. ഈ അവസാനം പിടിച്ച അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളി എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് 4 കിലോയാണ്. ബാക്കി 2 കിലോയെ പറ്റിയുള്ള അന്വേഷണവുമാണ്. അതേസമയം മറ്റൊരു വ്യക്തത, അതായത് പ്രിൻസിപ്പൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയെന്ന് പറയുന്നത്. അതേസമയം ഈ ഫെബ്രുവരി 13-ാം തീയതി അവിടുത്തെ പോളിയിലെ 2ാം നിലയിൽ നിന്നും, അതായത് പ്രധാന കെട്ടിടത്തിന്റെ 2ാം നിലയിൽ നിന്നും ഒരു കുട്ടി ഗുരുതരമായി വീണ് പരിക്കേറ്റിരുന്നു. മേൽക്കൂരയിൽ നിന്നുമാണ് വീണിട്ടുണ്ടായിരുന്നത്. മേൽക്കൂര തകർത്താണ് വീണിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ രാത്രി 1 മണിക്കാണ് ആ അപകടമുണ്ടായത്. ആ സമയത്ത് അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിൽ, ദുരൂഹമായ സാഹചര്യത്തിൽ ഈ കുട്ടി എങ്ങനെയാണ് വീണിട്ടുള്ളത്? ഗുരുതരമായിട്ടാണ് അന്ന് അവന് പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോഴും അതിന്റെ നില സാമാന്യ നിലയിലേക്ക്, അല്ല സാധാരണ നിലയിലേക്ക് വരുന്നതേയുള്ളൂ. ഈ ഒരു സാഹചര്യമാണ് പ്രിൻസിപ്പാളിന് എന്തോ ദുരൂഹമായ ഒരു കാര്യം തന്റെ കോളേജിന്റെ ഹോസ്റ്റലിൽ നടക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടാവുകയും അതേ തുടർന്ന് പോലീസിൽ അദ്ദേഹം ഇൻഫോം ചെയ്യുകയായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ആ ദുരൂഹതയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്നു മുതൽ കോളേജിന്റെ ക്യാമ്പസിന്റെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി വരുന്നുണ്ട്. മഫ്തിയിൽ ആളുകളുണ്ട്. അതേ തുടർന്ന് തന്നെയാണ് ഇങ്ങനെ ഈ പരിശോധനയിലേക്കും കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത വലിയ അളവ് കഞ്ചാവ് പിടിച്ചെടുത്ത സാഹചര്യത്തിലേക്കും എത്തുന്നത്. അങ്ങനെയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇനി മറ്റു കോളേജ്, ക്യുസാറ്റിന്റെ പരിധിയിലുള്ള കോളേജുകളിലൊക്കെയും ഹോസ്റ്റലുകളിലൊക്കെയും പരിശോധന നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നും ഒരു ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്നും 2 ഗ്രാം കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾ സ്വകാര്യ മറ്റൊരു കോളേജിലെ വിദ്യാർത്ഥിയാണ്.
അവിടെ യാദൃശ്ചികമായി വന്നുപെട്ടു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം കൂടുതൽ വ്യാപകമാക്കിയിട്ടുണ്ട്. കോളേജ് ഹോസ്റ്റലുകളിൽ, മെൻസ് ഹോസ്റ്റലുകളിൽ, അതുപോലെ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഇൻഫോർമർമാരുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഉള്ള വിവരങ്ങൾ നൽകാൻ വിദ്യാർത്ഥികൾക്കിടയിൽ പോലും അതിനുള്ള ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ, കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ തന്നെ 27 കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട വിവിധയിടങ്ങളിൽ നാർക്കോട്ടിക് സെല്ലും പോലീസും കൂടി നടത്തിയിട്ടുള്ള പരിശോധനകളിൽ കണ്ടെത്തിയിട്ടുള്ളത്. 27 കേസുകളാണ് ലഹരി പിടിച്ചെടുത്തത്. MDMA ആയാലും കഞ്ചാവായാലും ഉൾപ്പെടെ 27 കേസുകൾ ഇന്നലെ മാത്രം നടന്ന പരിശോധനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും തുടർ ദിവസങ്ങളിലും ലഹരി കണ്ടെത്താനുള്ള പരിശോധന പോലീസ് വ്യാപകമാക്കിയിട്ടുണ്ട്. ഡാൻസ് ഓഫ് സംഘവും അതിനുള്ള തെരച്ചിലിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലായിരുന്ന ആകാശിന്, അതായത് 1.9 കിലോ കഞ്ചാവ് കൈവശം വെച്ചിരുന്ന ആകാശിനെ റിമാൻഡിൽ കഴിയുകയാണ്. ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷയും പോലീസ് ഇന്ന് നൽകും. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.